കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 3 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസിക് ട്രാൻസിഷൻസ് സെലക്ട് ചെയ്യുക. സൂം ഔട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ട്രാൻസിഷൻ സ്പീഡ് 1x ആക്കി മാറ്റുക. അടുത്ത ട്രാൻസിഷൻ പോയിന്റിലും ഈ എഫക്റ്റ് ഇതുപോലെ തന്നെ നൽകുന്നതിന് അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിന് മുകളിലായി, അതായത് ഈ 2 ഇമേജുകൾക്കും നടുവിലായുള്ള പൊസിഷനിൽ കർസർ വെക്കുക. ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന് കർസറിന് മുകളിൽ ലോങ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാൻസിഷൻ പോയിന്റിന് മുകളിലും കർസർ വെച്ചുകൊണ്ട് ആ പോയിന്റ് ബുക്ക് മാർക്ക് ചെയ്യുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ട ലെവലിലേക്ക് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലാക്ക് കളർ ട്രാൻസ്പെറന്റ് മാസ്ക് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ കമ്പൈൻഡ് സ്ക്രീൻ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ബ്ലൂ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. ഈ വീഡിയോ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് അക്സസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ ഡ്യൂറേഷനും ഈ വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ആദ്യം നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ വീഡിയോ ലെയർ മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഇമേജിലെ കളറിന് മാച്ച് ആവുന്ന തരത്തിലുള്ള കളറാണ് പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കളർ ചേഞ്ച് ചെയ്യേണ്ടതില്ല. ആദ്യത്തെ ബുക്ക് മാർക്കിന് മുകളിലായി കർസർ വെക്കുക.
പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ടെംപ്ലേറ്റ് ലെയറിന്റെ കളർ ഇമേജിന്റെ കളറിന് അനുസൃതമായി മാച്ച് ചെയ്യിച്ചെടുക്കുക. അടുത്ത ബുക്ക് മാർക്കിന് മുകളിലായി കർസർ വെച്ചുകൊണ്ട് ഇമേജ് സ്പ്ലിറ്റ് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിന്റെ കളർ ഇമേജിന്റെ കളറിന് അനുസൃതമായ രീതിയിൽ ചേഞ്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.